ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. അതിനായി ആദ്യമേ തന്നെ നമ്മൾ 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട് 10 വെളുത്തുള്ളി അല്ലിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിനെ നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള കൂട്ടിനായിട്ട് നമുക്ക് ആദ്യം കാശ്മീരി മുളക് പൊടി തട്ടിക്കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടുക. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെല്ലാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കാം. മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ പൊടിയോ മസാലകളോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ പുരട്ടാനുള്ള പരുവത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അയല മീനാണെങ്കിൽ അയല മീൻ, നെമ്മീനാണെങ്കിൽ നെമ്മീനിലാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. ഇതിലേതെങ്കിലുമൊക്കെ ഇങ്ങനെ മുള്ള് കുറവായിട്ടുള്ള മീൻ നമുക്ക് ഫിഷ് ബിരിയാണിക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുത്ത് മീനിലെല്ലാം കൂട്ട് പുരട്ടി കൊടുക്കുക. നമ്മളിപ്പോൾ എല്ലാ മീനിലും നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്ക് വച്ചിരിക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നല്ലപോലെ കഴുകി കുതിരാൻ വയ്ക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇതിൽ 2 സവാള നമ്മൾ വറുത്ത് കോരി എടുക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള തട്ടി കൊടുക്കാം. ഇതിന് നല്ല ഗോൾഡൻ കളർ ആക്കണം. ഇപ്പൊ ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരാം. നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ്. ഈ എണ്ണയിൽ തന്നെ നമ്മളിനി മീൻ ഇടയാണ്. മീനിനെയും നമുക്ക് വറുത്ത് കോരാം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിനി ഇതിനെ മറിച്ചു കൊടുക്കാം.
നമ്മുടെ മീനെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിക്കണ്ട. ഈ ഒരു സമയം നമുക്കിതിനെ കോരി മാറ്റാം. മീൻ വറുക്കുമ്പം ആ എണ്ണ മിച്ചം വരുവാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ചുകൂടി എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, പിന്നെ നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള സവാള ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ ഒരു സമയം ഈ കൂട്ടിനും മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറ്റി കൊടുക്കുക. ഒരു സമയം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരണം. ഇനി നമുക്ക് കുറച്ച് സമയം ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് നമ്മൾ അരി വാർത്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിൽ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിനേക്കാളും ഉപ്പൊന്ന് കൂടി നിൽക്കണം. നമുക്കിനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 3-4 ഗ്രാമ്പൂ, 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കണം. നമ്മളിതിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിരുന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു സമയം നമുക്ക് ഇതിൽ അടപ്പ് മാറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ മസാലകളോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ മീനിനെ വിരകി വെച്ചിരുന്നില്ലേ, ആ സമയത്തുള്ള പച്ച മീനാണിത്. അത് കുറച്ചൊന്ന് നമ്മൾ 2 കഷ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം മീനിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് തുറന്നു കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ആ മീനിന്റെ കഷ്ണങ്ങളെല്ലാം ഇപ്പൊ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിരുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടെല്ലാം ഈ മീൻ കഷ്ണത്തിന്റെ പുറത്തോട്ട് ആക്കി കൊടുക്കുക. വീണ്ടും ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇതിനെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് അത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ തട്ടി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് അതിനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് ചോറ് വേവിക്കാം. ചോറ് ഓവറായിട്ട് വേവാൻ പാടില്ല. ഒരു 90% വെന്ത് കിട്ടണം. നമുക്കിനി നമ്മുടെ മീന് തുറന്നു നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ചോറ് റെഡിയായി കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ആവശ്യമുണ്ട്. അടപ്പ് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ വെന്തോന്ന് നോക്കുകയും ചെയ്യണം. നമ്മുടെ ചോറ് ഇപ്പം വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതിയാവും. ഓവറായിട്ട് വേവണ്ട. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലെ വെള്ളമെല്ലാം വാർത്തെടുക്കാം. നമുക്കിതിൽ നിന്ന് മീൻ എടുത്ത് മാറ്റാം. നിങ്ങൾ ഈ കൂട്ടൊക്കെ തയ്യാറാക്കുന്ന ഈ മീൻ തയ്യാറാക്കില്ലേ പാത്രം, അതൊരു വലിയ പാത്രം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചോറ് റെഡി ആകുമ്പോഴേക്കും ഇതിലിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. നമ്മുടേത് ഇപ്പം ചെറിയ പാത്രമായതുകൊണ്ട് നമ്മൾ മീൻ തൽക്കാലം എടുത്തൊന്ന് മാറ്റുകയാണ്. ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ പാത്രം വേണം എടുക്കാനായിട്ട്. നമ്മുടെ ചോറും മീനും എല്ലാം നിൽക്കുന്ന ടൈപ്പ് പാത്രം എടുക്കണം. ആ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കണം. എല്ലാ കൂട്ടും തട്ടിയില്ല, പകുതി കൂട്ടേ തട്ടിയുള്ളൂ. അത് പാത്രത്തിൽ ഇങ്ങനെ വിടർത്തിയിട്ടു. ഇനി ഇതിലേക്ക് നമ്മുടെ ചോറും കൂടി നമുക്ക് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് മാറ്റി വെച്ചില്ലേ, ആ സവാളയും കൂടി തട്ടിക്കൊടുക്കാം. എല്ലാം ഇടുന്നില്ല, കുറച്ച് സവാള, അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില.
വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും എടുത്ത് കൂട്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ്. നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടില്ല, കുറച്ച് മീനേ ഇട്ടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ബാക്കി സവാള ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില കൂടി. വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് ചോറ് തട്ടി കൊടുക്കുക. ബാക്കി വന്ന കൂട്ടത്രേ ഇതിൻ്റെ മണ്ടയിൽ തട്ടിക്കൊടുത്തു. ഇനി ബാക്കി വന്ന മീൻ കഷ്ണങ്ങളെ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള അത്രയും സവാള നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത്രയും മല്ലിയില ഇടണ്ട കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം കുറഞ്ഞ തീയിൽ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കണം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തിളപ്പിച്ച ചൂട് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചോറിന് കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇത്. വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇതിനെ തുറന്നു കൊടുത്തിട്ട് ഇതിലൊരു 1/2 മുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പം നമ്മളിപ്പം മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മീൻ ആദ്യമേ കോരി മാറ്റുകയാണ്, എന്നിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി സെർവ് ചെയ്യുമ്പം ഇതിൽ കുറച്ച് ചോറ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് പിന്നെ നമ്മുടെ മീൻ ഒരു 2-3 കഷ്ണവും കൂടി അതിലേക്ക് എടുത്തിടും. അങ്ങനെയാണ് സെർവ് ചെയ്യാൻ നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്